DNN കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു സേമിയ പുലാവാണ്. അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ്: ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു തക്കാളി അരിഞ്ഞത്, പിന്നെ ഇത് പട്ടാണി, ബീൻസ് അരിഞ്ഞത്, ഉള്ളി അരിഞ്ഞത്, പിന്നെ മല്ലിയില പുതിനയില അരിഞ്ഞത്, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇതിനാവശ്യമുള്ള സാധനങ്ങൾ. പിന്നെ പൊടികളൊക്കെ നമുക്ക് അന്നേരം ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ആദ്യമായിട്ട് നമുക്ക് ഈ ബർമിസിൽ സേമിയ ഒന്ന് വറുത്തെടുക്കാം. ഇത് MGRൻ്റെ ബർമിസിലാണ് ഞാൻ മേടിച്ചിരിക്കുന്നത്. ഇത് ഉപ്പുമാവിനും പുലാവിനും ഒക്കെ പറ്റുന്നതാണ്. 150 ഗ്രാമാണ് ഇത് അളവ്. നമുക്കൊന്ന് ഗോൾഡൻ ബ്രൗൺ ആകുന്നവരെ വറുത്തെടുക്കണം. അത് അടയ്ക്കുന്നു. നമുക്ക് സേമിയ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതൊരു മീഡിയം ഫ്ലെയിമിൽ നമ്മൾ ഇതൊന്ന് വറുത്തെടുക്കണം. ഗോൾഡൻ ബ്രൗൺ ആകുന്ന വരെ ഇത് വറുക്കാം. വളരെ ടേസ്റ്റിയാണ്. പിന്നെ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ലഞ്ച് ബോക്സിൽ കൊടുത്തയക്കാൻ വളരെ നല്ലൊരു റെസിപ്പിയാണിത്. ഇത്രയും വെജിറ്റബിൾസും ഒക്കെ ചില അതുകൊണ്ട് ഹെൽത്തിയാണിത്. അതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് ആയിട്ടുമാണ് ഇനിയും പരിപാടികൾ. ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ട ആവശ്യമില്ല, അത് കരിഞ്ഞു പോകും. ഇപ്പം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇത് വറുത്ത് എടുക്കാം. ത്തേക്ക് വയ്ക്കാം. നമുക്കൊരു 3 ടേബിൾ സ്പൂണോളം എണ്ണ, നെയ്യാണെങ്കിൽ നെയ്യ് എടുക്കാം. ഞാനിവിടെ ഓയിലാണ് എടുക്കുന്നത്. സൺഫ്ലവർ ഓയിൽ എടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 3 ഗ്രാമ്പൂ, ഒരു കഷ്ണം പട്ട ചെറുതായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്, ചതച്ചെടുത്തത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ അതൊന്ന് ചൂടായി വരണം. അത് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഒരു 2 ചെറിയ സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. വലുതാണെങ്കിൽ ഒരു സവാള ഇതുപോലെ ചെറുതായി അരിഞ്ഞ് ചേർക്കാം. അതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഞാനിവിടെ ചതച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് തന്നെ വീട്ടിൽ ചതയ്ക്കുകയാണെങ്കിൽ ചതച്ചെടുത്താൽ ഫ്രഷ് ആയിട്ടുള്ള ജിഞ്ചർ ഗാർലിക്ക് അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊരു വഴന്ന് വരുമ്പോൾ ബാക്കി ചേർത്തുകളൊക്കെ നന്നായിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ പ്രത്യേകിച്ച് കറികളുടെ ഒന്നും ആവശ്യമില്ല. എല്ലാ എരിവും ഉപ്പും ടേസ്റ്റെല്ലാം വരുന്നതുകൊണ്ട് നമുക്കിത് മാത്രമാണെങ്കിലും എടുക്കാൻ പറ്റും.
സാലഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റായിട്ട് നമുക്ക് ലഞ്ചൊക്കെ കഴിക്കാൻ പറ്റും. ഇതൊരുവിധം വഴന്ന് വന്നിട്ടുണ്ട്. നമുക്ക് ചെറുതായി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഒരു തക്കാളി അരിഞ്ഞ് കൊടുത്തിരിക്കുന്നത് അത് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളീനെ നല്ലപോലെ വെന്ത് നല്ല സോഫ്റ്റ് ആവണത്. ഇതിനകത്തേക്ക് ഇപ്പം ഒരു 1/4 ടീസ്പൂൺ മതിയാവും മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മുളക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എരിവിൻ്റെ ഞാനൊരു 1/4 ടീസ്പൂൺ ഇത് പച്ചമുളക് ഇട്ടിരിക്കുന്നതുകൊണ്ട് അതിന് എരിവുള്ളതാണ്. അതുകൊണ്ട് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വേറെ മസാലകളൊന്നും ഇതിനകത്ത് ചേർക്കുന്നില്ല, മുളക് പൊടിയും മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ മസാല ഇതുപോലെ പുലാവ് മസാല ചേർക്കുകയാണെങ്കിൽ അത് മാത്രം മതിയാവും. തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്കിനി മിക്സഡ് വെജിറ്റബിൾസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ചേർക്കാം. ഞാനിവിടെ ഇപ്പം ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ചേർക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ പട്ടാണി കുറച്ച് ഒരു 2 ടേബിൾ സ്പൂൺ കാണും അത് ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 4-5 ബീൻസ് ചെറുതായി അരിഞ്ഞത് എല്ലാം കൂടെ നന്നായിട്ട് വഴറ്റുന്നു. പിന്നെ മല്ലിയിലയും പുതിനയിലയും അതും അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 4-5 മിനിറ്റ് നന്നായിട്ട് ഇതെല്ലാം കൂടെ മിക്സായി ഒന്ന് കുക്കായി വരണം. കുറച്ച് ഡ്രൈ ആയിട്ട് വരികയാണെങ്കിൽ നമുക്ക് അല്പം ഒരു ടേബിൾ സ്പൂൺ വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കിഷ്ടമുള്ള വെജിറ്റബിൾസ് എല്ലാം ഇതിൻ്റെ കൂടെ ക്യാപ്സിക്കം ഇഷ്ടമുണ്ടെങ്കിൽ അത് ചേർക്കാം. കിഴങ്ങ് ഇതെല്ലാം തന്നെ ചേർക്കാവുന്നതാണത്. നമുക്ക് തീ കുറച്ച് വെച്ചൊരു ഇതൊന്ന് വേകുന്നതിനായിട്ട് അടച്ചു വയ്ക്കാം. നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കതിനകത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 2.5 കപ്പ് വെള്ളം നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം.
2.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നന്നായിട്ട് തിളച്ച് വരണം. വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്ത് വറുത്ത് വെച്ചിരിക്കുന്ന സേമിയ ചേർത്ത് കൊടുക്കാം. അങ്ങനെ മീഡിയം ഫ്ലെയിമിൽ ഒരു 7-8 മിനിറ്റ് നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, വെള്ളം വറ്റാതെ. മീഡിയം ഫ്ലെയിമിൽ മീഡിയം ടു ലോ കൂടുതലുണ്ടെങ്കിൽ കുറച്ച് വയ്ക്കാം. അങ്ങനെ നമ്മുടെ സേമിയ പുലാവ് അതിൻ്റെ വെള്ളമെല്ലാം വെച്ച് നല്ല കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നല്ല മണമൊക്കെ ഉണ്ട്. പുലാവിൻ്റെ മണമുണ്ടല്ലേ? ടേസ്റ്റ് നോക്കി കൈ കൊള്ളും. ചൂടോടെ കയറി പിടിച്ചാൽ ചൂടുണ്ട്. അടിപൊളിയല്ലേ? അതാണ് അവന് മണം പിടിച്ച മോൻ വന്നിട്ടുണ്ട്. അവന് ഓഫീസില്ലാത്ത കാരണം വെയിറ്റിങ്ങില്ല ഇത് കഴിക്കാനായിട്ട്. ഇതായിട്ട് വേണം കൊടുക്കാൻ. വേണം. നമ്മുടെ സേമിയ പുലാവ് റെഡി ആയിട്ടുണ്ട്. ഇത് കുട്ടികളും മുതിർന്നവരും എല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണിത്. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ.